ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് 2025 ഫെബ്രുവരി 13 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫെബ്രുവരി 13 പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ലോക റേഡിയോ ദിനമായിട്ട് ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 13. ലോക റേഡിയോ ദിനവും ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനവും എന്താണ്? ഫെബ്രുവരി 13. അടുത്ത ചോദ്യം, കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂരാണ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം, പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനായിട്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പ്രകാരം ഒന്നിലധികം സംരംഭങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനായിട്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പ്രകാരം ഒന്നിലധികം സംരംഭങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഒഡീഷയാണ്. ഒഡീഷ. അടുത്ത ചോദ്യം, കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിനായി ലോക ബാങ്കിൽ നിന്ന് കേരളത്തിന് അടുത്തിടെ എത്ര രൂപ സാമ്പത്തിക സഹായം ലഭിച്ചു? കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിനായിട്ട് ലോക ബാങ്കിൽ നിന്ന് കേരളത്തിനടുത്തിടെ എത്ര രൂപയാണ് സാമ്പത്തിക സഹായം ലഭിച്ചതെന്നുള്ളതാണ്. 2424.28 കോടി രൂപയാണ് ലോക ബാങ്കിൽ നിന്ന് കേരളത്തിന് അടുത്തിടെ സാമ്പത്തിക സഹായം ലഭിച്ചത്. അത് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിനായിട്ട് ലഭിച്ചതാണ്. അടുത്ത ചോദ്യം, 2025-26 ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാറ്റിസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച കാലഹരണപ്പെട്ട ഏത് നിയമനിർമ്മാണമാണ് പുതിയ ആദായ നികുതി ബില്ല് അസാധുവാക്കുക? അത് ആദായ നികുതി നിയമം 1961. അടുത്ത ചോദ്യം, 2025 ബിംസ്റ്റെക് യുവജന ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? 2025 ബിംസ്റ്റെക് യുവജന ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ് വെച്ചാൽ അത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. 2025 ബിംസ്റ്റെക് യുവജന ഉച്ചകോടി നടക്കുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. അടുത്തിടെ രാജ്യസഭയിലേക്ക് DMK ക്വാട്ടയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രമുഖ വ്യക്തി, അത് കമൽഹാസനാണ്. മക്കൾ നീതിമയ്യം പാർട്ടിയിൽ നിന്നും കമൽഹാസനാണ് രാജ്യസഭയിലേക്ക് DMK ക്വാട്ടയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി. അദ്ദേഹം പ്രമുഖ നടനും അധ്യക്ഷനും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. അടുത്ത ചോദ്യം, 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി നടക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൻ്റെ പേര്. കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൻ്റെ പേരാണ് സ്നേഹിത. കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൻ്റെ പേരാണെന്ത്? സ്നേഹിത. താങ്ക് യു.